എന്താ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ആവോ, എനിക്കറിഞ്ഞൂടാ. നിന്നെ വല്ലതും കടിച്ചോ? വല്ലതും കടിച്ചു കാണും, അല്ലാതെ ഈ പാടങ്ങനെ വരാനോ? എന്നാലും എന്തുവാ കടിച്ചേ? കൊതുകാണോ? വേദനിക്കണേ, എന്തിനാ പിടിച്ച് കുത്തണേ? അല്ല, ചേട്ടന് കാര്യം ചോദിക്കട്ടെ പൊന്മോളോട്, ഇന്നലെ എന്തെങ്കിലും എന്റെ റൂമിൽ നിന്ന് എടുത്തായിരുന്നോ? അത് പിന്നെ ഹെഡ്സെറ്റ് ഒന്ന് എടുത്തായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? അതെന്റെ മുറിയില് സേഫ് ആയിട്ടിരിപ്പുണ്ട്. ഒരു സാധനം എടുത്ത് അത് എടുത്തോടത്ത് വെക്കണമെന്നറിയില്ലേ? തിരിച്ചു വെക്കണമെന്ന് ഓർത്ത, പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി, അതാ. അല്ല, നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, അതെന്തീ? അതൊക്കെ പോയില്ലടാ. എത്രാമത്തെ അടി പെണ്ണെ ഞാൻ മേടിച്ചു തന്നെ. ഇനി മേലെ എന്റെ അടുത്തേക്കരുത്. അയ്യ, എനിക്കങ്ങ് വേണ്ട, നീ കൊണ്ട് പുഴുങ്ങി തിന്നെ. ഇറങ്ങ്. അല്ലടാ, നീ എനിക്കൊന്നും കഴിക്കാൻ മേടിച്ചു. കേറി പൊക്കോട്ടെ പെണ്ണെ. ദുഷ്ടൻ. ഞാൻ വരുമ്പോ കൊണ്ടുവരാം, നീ അകത്ത് കയറി പോവാൻ നോക്ക്. എന്നാ പിന്നെ നമ്മള് പോന്നത് മേടിച്ചാ പോരായിരുന്നോ? അതെനിക്ക് വേറൊരാളെയും കൂടെ കാണാനുണ്ടതാ. അപ്പൊ നമ്മള് വന്നപ്പോ കാണാൻ പാടില്ലായിരുന്നോ? നിന്റെ കൂടെ കണ്ട ശരിയാവത്തില്ല. അതാരാണ് എന്റെ കൂടെ വരുമ്പോ കാണാൻ പറ്റില്ലാത്ത ആള്? മോളത്രയ്ക്ക് ഭാരിച്ച കാര്യങ്ങൾ അറിയാൻ മാത്രമായില്ല, കേറി പോകത്ത്. ഞാൻ രാത്രി വരുമ്പത്തേന് റെഡി ആയിരുന്നു, ഒരു സ്ഥലം വരെ കൊണ്ടോ. എവിടാ? അല്ല, വരണോന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലടാ, ഞാൻ വരാം. എന്താടാ? ഇന്നലെ ഞാൻ എത്ര വിളിച്ച്, കാണാതെയാണോ ഇനി മനഃപൂർവ്വം കണ്ടിട്ട് എടുക്കാതിരുന്നാണോ? അത് ചേട്ടൻ. എന്ത് പറഞ്ഞാലും ചേട്ടൻ ചേട്ടൻ, പുള്ളീനെ ഒന്ന് മാറ്റി പിടിക്ക്. സത്യം. നീ എന്നോട് ഒരുപാട് സത്യം പറഞ്ഞ് എന്നെ പറ്റിക്കാറുണ്ട്. നിനക്കെന്നെ തീരെ വിശ്വാസമില്ല, അതല്ലേ? എടി, അതിന് ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? എന്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ല, ഒന്നുമല്ല. വെറുതെ ആളെ പൊട്ടാക്കല്ലേ. ഋതിക, ബാടാ. ശരി, എന്നാ പോട്ട്. പോക്കോ. അല്ല, നിക്ക്. എന്നാടാ? അല്ല, ഒരു ഉമ്മ തരൂ. അയ്യേ, ഞാൻ പോവാ. ഇനി പോക്കോ, ഞാൻ കുറച്ചു നേരം കഴിയുമ്പോ അങ്ങോട്ട് വന്നേക്കാം. താനും അർജുനും ശരിക്കും റിലേഷൻഷിപ്പിലായല്ലേ? ആദ്യം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ല. വെറുതെ തുടങ്ങിയതാ, പിന്നെ അങ്ങ് പോട്ടേന്ന് വെച്ചു. എന്തായാലും നല്ല ആൾക്കാരാ. അല്ല, അർജുൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ തമ്മിൽ ഡാൻസ് കളിക്കണല്ലേ? ഉണ്ടോന്നോ? ചെല്ലുമ്പോ മോന്ത ഒരു കൊട്ടയുണ്ടാവും. എന്നിട്ടെന്നാ ഞാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. ഇഷ്ടമെന്നെല്ലാം പറഞ്ഞായിരുന്നു, നിന്നെ ഞാൻ തല്ലിക്കൊന്നേനെ. അതറിയാവുന്നോണ്ടല്ലേ ഇഷ്ടമല്ലാന്ന് പറഞ്ഞത്. ദൈവമേ, എത്ര നേരം ഇത് കണ്ടോണ്ടിരിക്കണോ എന്തോ. ധാരാവേ, നീ എന്റെ കൂടെ അവിടെ വരെ ഒന്ന് വരുമോ? എടി, നിന്റെ സൗണ്ടിന് എന്നാ പറ്റിയേ? എന്റെ സൗണ്ടിന് ഒരു കുഴപ്പമില്ല. അല്ല, ഈയിടെയായിട്ട് നിന്റെ സൗണ്ട് ഇതൊന്നല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതങ്ങനെയാ, പുതിയ പുതിയ ആൾക്കാർ വരുമ്പത്തേനും പഴയ ആൾക്കാരുടെ അടുത്ത് കാണിച്ച സ്വഭാവം അല്ലായിരിക്കും. അല്ല, രണ്ടും തമ്മിൽ അടിച്ചു പിരിഞ്ഞാ? അടിച്ചു പിരിയാൻ മാത്രം ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അരവേ, നീ ഒന്ന് വരുന്നുണ്ടോ? കണ്ടവരോട് സംസാരിച്ചോണ്ടിരിക്കാൻ നിൽക്കാതെ. ചെല്ലടാ, ധൃതിയായി ചിലർക്ക്. പല ആൾക്കാരുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് ചിലര് സ്ഥലം മാറിയെന്നൊക്കെ ഇരിക്കും. ഞാൻ എന്ത് മാറിയെന്നാ നീ ഇരുന്ന് പറയണേ? ആരവേ, ബാ പോവാം. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോണില്ല. കയ്യിന്ന് മര്യാദയ്ക്ക് വിട് സിദ്ധു. എന്നിട്ട് നിനക്ക് അവൻ്റെ കൂടെ തുള്ളാൻ പോവാനല്ലേ? അതെ, ഞാൻ പോവും. നിനക്ക് അതിനെന്താ കുഴപ്പം? എന്നാ പോടി നീ. മേലാലിട്ട് എന്റെ പുറകെ വന്നേക്കരുത്. ആദ്യം ഇത് തന്നെയല്ലേ പറഞ്ഞു, എന്നിട്ട് ഞാനാണോ അതിന്റെ പുറകെ വന്നത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ? എന്നെ നേരെയാക്കാൻ നീ ആരാ? എന്റെ ദേവിക, നീ എല്ലാം അറിഞ്ഞിട്ടും എന്നെ പൊട്ടനാക്കല്ലേ. നീ എന്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട, എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇപ്പൊ വെറുപ്പ്. എന്റെ അടുത്ത് നിന്ന് പോ. അതങ്ങനെ, ചിലരൊക്കെ വരുമ്പോ നമ്മളെ ഒന്നും വേണ്ടല്ലോ. വേണ്ട, ഇനിയെങ്കിലും ഒന്ന് പോയി തരുമോ? ഞാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ എന്തിനോട് നിൽക്കണം? ഇതെന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? എന്തിനാടി നീ ആ ചെറുകനോട് ഇമാതിരി ചൂടായത്? നിനക്ക് പറഞ്ഞ ഞാൻ വരത്തില്ലായിരുന്നോ കൂടെ? അങ്ങനെ വിളിച്ചോളൂല്ലോ. ബാടാരവേ. അതോ വരണം. ഇന്ന് അങ്ങടേക്കാണാവോ? നിനക്ക് എങ്ങടാ പോണ്ടേ? അങ്ങടൊക്കെ നമുക്ക് പോവാം. ഞങ്ങള് പോവാം, അവിടെ ആരുമില്ല. എങ്ങടെയെങ്കിലും കൊണ്ടോ. എന്താ? ഒന്നുമില്ല. ഞാൻ എന്താ ഇനി കാണുന്നത്? എന്റെ പൊന്നിൽ നിന്നാണോ? അത്
എന്നാ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല, ആദ്യമായിട്ട് എന്റെ കൊച്ചിനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കിട്ടണത് അതാ. ഓ അങ്ങനെ. പിന്നെ ഇത് സ്ഥിരമാക്കാൻ നോക്കണ്ട കേട്ടോ. എന്തുവാ പറഞ്ഞ അങ്ങനെ ഒന്നും പറഞ്ഞൂടാ. അയ്യോ അതന്നെ. ഒരു സ്നേഹം എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് കളിക്കുന്നു. നീ എന്നായിരുന്നു പറയണേ? നിനക്ക് തന്നെ വല്ലതും മനസ്സിലാവുണ്ടോ? ഋതു, ഓ എന്നാ? ഋതു, ഐ ലവ് യു. ആഹാ, അതൊരു പുതിയ അറിവാണല്ലോ. ഓടിയൊന്ന്, ഞാൻ വേറെ ആരെയും നോക്കാം, നിന്നെക്കളെ വരാം. ആ മോൻ ഓടിച്ചല്ലേ, നിരന്ന് നിൽക്കുവല്ലേ. അതെടി അതെടി, എന്തി ഞാൻ പോവും. ആ ചെല്ലു ഒക്കോ. എന്തിയെ പോണില്ലേ? അച്ഛോ, എന്റെ കുഞ്ഞിനെ ഇവിടെ നിർത്തിട്ട് ഞാൻ എങ്ങനെയാ പോവാ? അതെ, ഞാൻ കുഞ്ഞിക്കൊച്ചല്ല, അതുകൊണ്ട് എന്നെ അതേപോലെ നോക്കുക വേണ്ട. എന്നാ ഒരു ഉമ്മയും കൂടെ തരട്ടെ. തരട്ടേന്നോ? അങ്ങടാണോ ഇങ്ങടാണോ? അല്ല, ഇങ്ങോട്ട് ഒരെണ്ണം കിട്ടിയാ കൊള്ളായിരുന്നു. അച്ഛോ മോൻ അങ്ങോട്ട് വേണ? എന്റെ പൊന്നു വേണ്ട, തരത്തില്ലാന്നറിയാം, നമുക്കിതൊക്കെ എഴുതിച്ചിട്ടുള്ളൂ. വെച്ചോടാ. ശരിക്കും ആന്ന്. ഇതെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അല്ല, ഫ്രീ ആണെങ്കിൽ ഋതുവിനെ ഒന്ന് വിട്ടു തരുമോ? നിനക്ക് ഇത്രയും കണ്ടിട്ട് ഫ്രീ ആയിട്ടാണോ തോന്നുന്നത്? നീ അതെ, നിന്റെ മറ്റോണോ അതെ, എപ്പോഴും ഇങ്ങനെയല്ല, രണ്ടിനും കൂടെ വലിച്ച് കീറും ഞാൻ. സോറി ഗൈസ്, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഋതു അങ്ങോട്ട് വരാൻ പറ്റുവാണെങ്കിൽ വാ. ഋതു പൊക്കോടി, പിന്നെ വന്നാ മതി. എന്നാലും രണ്ടിന്റെ മോന്ത കാണാന്ന്. വെറുതെ അല്ലല്ലേ രണ്ടു ഈടായിട്ട് ക്ലാസ്സിലൊന്നും കേറാത്തെ. ആ സമയത്ത് നീ ഇവളുടെ മോന്ത കാണാന് ചിരിച്ച് ചിരിച്ച് ഊപ്പാളെ ചത്തു. കൊച്ചു കള്ളി, ഇപ്പൊ ഒന്നും അറിയില്ലാത്ത പോലെ ഇരിക്കണ കണ്ടിട്ട്. ഇതേ പൊക്കോട്ടെ പെണ്ണുങ്ങളെ. അത് പിന്നെ അന്നേരം എന്നേരം രണ്ടിനെ ഒറ്റയ്ക്ക് വിടണ തീരെ ശരിയല്ല. എടി നിർത്തടി ഒന്ന്. അല്ല, അദ്ദേഹത്തിന്റെ കാര്യം അർജുൻ സമ്മതിച്ചാ? അതിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചുമില്ല, അവൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞുമില്ല. അല്ല, എന്താണ് പുള്ളിക്കാരന്റെ റെസ്പോൺസ്? തീരെ ഇഷ്ടപ്പെടലാന്ന് കണ്ടാറേൻ, പക്ഷെ ഒന്നും ഇട്ട് പറയണമില്ല. ഈ ഒരു മാസം അങ്ങ് വേഗം കഴിഞ്ഞാൽ മതിയായിരുന്നു. നീ ഒറ്റൊരാള് കാരണം, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എടി അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒന്ന് സഹായിക്കാന്നല്ലേ വിചാരിച്ചുള്ളൂ. അവളുടെ ഒലക്കുമേലെ സഹായം കാരണം ഞാനാ വിട്ടിരിക്കണേ. അതിപ്പോ എനിക്കറിയായിരുന്നു ഇവൻ ഇമ്മാതിരി മൂശാട്ടയാന്ന്. അല്ല, വീട്ടിലൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? എന്റെ പൊന്നു മോളെ നാക്കെടുത്തൊന്നും വളയ്ക്കില്ല. ഋതു ഒന്നാതൊന്നും അറിഞ്ഞിട്ടില്ല. എടി ഋതുവേട്ടനെ എനിക്ക് കെട്ടിച്ചു തരുമോ? എന്നാന്ന്? നീ കേട്ടന്നെ, ഋതുവേട്ടനെ എനിക്ക് കെട്ടിച്ചു തരുമോന്ന്. പിന്നെ എന്നാ കെട്ടിക്കോ. പിന്നെ അവൻ എന്റെ പരിസരത്തേക്ക് കൊണ്ടുവന്നേക്കരുത്. അതാവുമ്പോ നിനക്കൊരു സഹായമാവും, എനിക്ക് നിന്നെ നാത്തൂണിന്ന് വിളിക്കാലോ. സോ വാട്ട് അബൌട്ട് സിദ്ധാർത്ഥ്? അവനെന്താ കുഴപ്പം? അല്ല, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇല്ലേ? എനിക്കിപ്പോൾ അവനോടൊരു മാങ്ങാത്തുലില്ലേ. ഇനി അവന് വല്ലതും ഉണ്ടെങ്കിൽ അത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമല്ല. എടീ പക്ഷെ ഒരു കുഴപ്പം. ഇന്നലെ ഋതു എന്നോട് പറഞ്ഞു അവന് ലൈനുണ്ടെന്ന്. വാവ്, എന്താടി നമ്മളെല്ലാം പ്ലാൻ ചെയ്യണേക്കാൾ മുമ്പ് എല്ലാം പൊളിയണത്. ഷോ, അതും അങ്ങനെ പോയി. പറയാൻ പറ്റില്ല, അവനായോണ്ട് എന്നോട് നുണയെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ചാൻസ് ഉണ്ടല്ലേ? ഏയ്, ലൈനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിലും പുള്ളിക്ക് ഇത്രയും പ്രായമായില്ലേ. ആ അതും ശരിയാണ്. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏതോ ഒരു പെണ്ണ് തുരുതുരാ വിളിച്ചോണ്ടിരിക്കാറുണ്ട്. ഞാൻ ചോദിച്ചാൽ പറയും നീ അറിയേണ്ട കാര്യമില്ല, നീ അറിയേണ്ട കാളൊന്നും അല്ല. അപ്പൊ വേണ്ട, വെറുതെ പോയി നാളെ കാണണം എന്തിനാ. പിന്നെ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ അങ്ങനെ നിന്റെ വീട്ടിൽ കയറി വരും. സാരല്ലടി, നിനക്കെപ്പോഴും എൻ്റെ മനസ്സിലൊരു നാത്തും സ്ഥാനം ഉണ്ടാവും. എടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടുപേരും കണക്കാ. അത് തന്നെ, ചെറുക്കനെ ഒന്ന് വെറുതെ വേണ്ട, ഇതല്ലെങ്കിലും എല്ലാ കപ്പിൾസും ചെയ്യണതല്ലേ. എടാ അതൊക്കെ സത്യമാണ്, ഞാൻ അടക്കം. പക്ഷെ ഇവരെങ്ങനെ നടന്ന ആക്കാരാടാ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ച് നല്ല രസമായിരിക്കും. നീയും അതെ, ആലിസും അതെ, എപ്പോഴും അതെ, നല്ല കാര്യം നടക്കണോടത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ കോളാക്കിക്കോളും. അത് തന്നെ, ഞാൻ ജെസ്സിനെ പ്രപ്പോസ് ചെയ്യാൻ നിന്നപ്പോഴത്തേനും അവൾ ആ ചോക്ലേറ്റ് മേടിച്ചോണ്ടാ പോയത്. ഇതേ ആലിസിനെ പറഞ്ഞ രണ്ടിനെ ഞാൻ കാണിച്ചു തരും. നീ എന്ത് കാണിക്കൂന്ന് കാണിച്ചാടാ. എന്റെ ഋതുവിനെ പ്രീഷ്യസ് മൊമെന്റാ നീ കളഞ്ഞത്. നീ പറയണേട്ട് അവൾ അറിഞ്ഞോണ്ട് ചെയ്ത പോലെ നീ പറയണേ. അറിഞ്ഞോണ്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പത്തേന് ആരോടും ചോദിച്ചിട്ടൊക്കെ വരണം. പിന്നെ മുട്ടാനും മാത്രം വാതിലൊക്കെ അടച്ചു കൂട്ടിയിട്ട് വെച്ചേക്കാറ്. ഇനിയിപ്പൊ അവൾ ആരോടൊക്കെ പറയൂ എന്തോ. അതെ, അവൾ എന്നോട് മാത്രമേ പറയത്തുള്ളൂ, എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താ നിനക്ക് ഇത്ര ഓ എന്റെ പൊന്നൊന്ന് നിർത്തുന്നുണ്ടോ എല്ലാം? എന്താടാ നീ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നാ? നിങ്ങൾക്കൊന്നും ഒരു നേരത്തേക്ക് സീരിയസ് ആയിട്ട് ഇരിക്കാൻ പാടില്ലേ? അവളോ തലയ്ക്ക് സ്വയം തരില്ലേ, നിങ്ങളും കൂടെ ഇങ്ങനെ ആവല്ലേ. നീ എന്തിനാ വെറുതെ അവളുടെ അടുത്തുള്ള ദേഷ്യം ഞങ്ങളുടെ മെക്കിട്ട് കയറി തീർക്കുന്ന സിദ്ധാർത്ഥേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നൂലോ ഞങ്ങൾ പറഞ്ഞിട്ട ദേവിക ജാക്സന്റെ കൂടെ പോയി. സൊള്ളാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, വളയ്ക്കാനും കൂടെ പഠിക്കണം, എന്നാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളുടെ അടുത്താ പറയണ്ട, അല്ലാണ്ട് ഞങ്ങളുടെ അടുത്തല്ല. ഈ മോന്ത ഇങ്ങനെ കുത്തി ഉറപ്പിച്ചിരുന്നിട്ട് കാര്യമില്ല, അവളുടെ അടുത്ത് പോയി സംസാരിക്കാൻ നോക്ക്. എടി ദേവിക, എനിക്ക് ധൃതിയുണ്ട്, ഞാൻ പോവാം.
ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ ഒരു വഴക്കുണ്ടാക്കാനല്ല വന്നേ. പിന്നെ എന്തിനാവോ തമ്പുരാൻ കെട്ടിയെഴുന്നള്ളി നിങ്ങൾ പോന്നേ? ദേവിക പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അയ്യോ ചേട്ടൻ അത്രയ്ക്ക് താഴ്ന്നു വരണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ പറ. സോറി. ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും ഞാൻ ആരാ നിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട്? അത്രയും നാളെ നീ നല്ല രീതിക്ക് എന്നോട് സംസാരിച്ചൊക്കെ നിന്നപ്പോ പിന്നെ അങ്ങനെ കണ്ടപ്പോ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാ സോറി. ഞാൻ ഇനി വെറുതെ ജാക്സിന്റെ പേരും പറഞ്ഞ് നിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കില്ല. നമുക്ക് പഴയതുപോലെ തന്നെ നിൽക്കാം. സിദ്ധു അത് സിദ്ധു അല്ല, സിദ്ധാർത്ഥ്. പണ്ട് വിളിച്ചിരുന്ന പോലെ തന്നെ വിളിച്ചാൽ മതി. നിന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല ഞാൻ അവന്റെ കൂടെ പോയേ. അതൊക്കെ നിന്റെ ഇഷ്ടം, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇത്രയും നാളെ നീ എന്റെ ആരൊക്കെയാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. നിനക്ക് എന്ത് വേണമെങ്കിൽ കാണിക്കാം. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ തമ്മിൽ ഇനിയൊരു വഴക്കുണ്ടാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പറയണതാ. സിദ്ധു. സിദ്ധാർത്ഥ്. എടാ സിദ്ധാർത്ഥ, ഞാൻ അങ്ങനെ വിചാരിച്ചൊന്നും പറഞ്ഞല്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കണ്ണ് രണ്ട് ഞാൻ കുത്തി പൊട്ടിക്കും. നോക്കൂടി, ഞാൻ നോക്കും. നീ ആരാ ചോദിക്കാനായിട്ട്? നിനക്ക് എന്തേലും വേണമെങ്കിൽ അത് എന്നോട് ചോദിക്കുക, അല്ലാണ്ട് ഇങ്ങനെ നോക്കി ദഹിപ്പിച്ചിട്ട് കാര്യമില്ല. അന്നൊരു ഉമ്മ തായോ, ഇപ്പൊ തന്നെ വേണം. പിന്നെ ഈ ആക്കാരുടെ മുമ്പിൽ വെച്ചാ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കിയിരുന്ന് അടക്കിക്കോളാം. ഈ ചെറുക്കനെ കൊണ്ട് മനുഷ്യനെ നാണം കടത്തി അടങ്ങത്തുള്ളൂ അല്ലേ? ചക്കരെ പൊന്നെ അച്ചോ, എന്നെ അടി പെണ്ണെ നോക്കുന്നേ. നിന്നെ തന്നെ വിളിച്ചത്. നിന്റെ കണ്ണ് കാണാൻ എന്ത് രസമാണെന്നറിയാം. മുയലും കുഞ്ഞിനെ പോലെ ഉണ്ട്. വെറുതെ ഇട്ട് കളിപ്പിക്കില്ല. ഋതു ഒരുപാട് മാറിപ്പോയി. നമ്മ കണ്ട ഋതു അല്ല അത്. സത്യം. എങ്ങനെ തുടങ്ങിയതാ ദാ ഇപ്പൊ ഇതിങ്ങനെ. അവന്റെ ഗേൾഫ്രണ്ടാന്ന് പറയണമെന്ന് തുണിയില്ലാണ്ട് നടക്കുന്നത് ഒരേപോലെയാ. അല്ലേ, അർജുന നോക്കാൻ പറഞ്ഞപ്പോ ഇവിടെ ഒരുത്തി പറഞ്ഞ കാര്യതാ. അതൊന്ന് ഓർമ്മിപ്പിച്ചതാ. ഇപ്പൊ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം മാറി നിക്കാൻ പോലും പറ്റത്തില്ല. പ്ലാൻ ഇട്ടത് നീ വളഞ്ഞത് അവൾക്ക്. വാവ്, വാട്ട് എ വണ്ടർഫുൾ തിങ്. അതിനിപ്പോ എന്താ, എനിക്ക് സിദ്ധു ഉണ്ട്. അതെ, അവനൊക്കെ കയ്യിന്ന് പോയി. സത്യം പറഞ്ഞ ഞാൻ ആ സ്റ്റെപ്പ് ഫുള്ള് തെറ്റിച്ചു, ഒന്നും ശരിയാക്കിയില്ല. വല്ലോടത്തും തലയും കുത്തി വീഴാതിരുന്ന ഭാഗ്യം. അമ്മാതിരി സാധനമല്ല ഇട്ട് വെച്ചാണ്. സ്റ്റൂള് കിട്ടിയില്ലായിരുന്നോ? പോടാ. എന്തായാലും കഴിഞ്ഞല്ലോ. ഇനി പ്രാക്ടീസിനാന്നും പറഞ്ഞ് ഋതിക എന്ന് പറഞ്ഞ പുറകെ വിളിച്ചോണ്ട് വരില്ലല്ലോ. എന്റെ പോന്, ഇനി ഈ ജന്മത്തിൽ ഞാൻ ഒരു പരിപാടിക്കും ചേരത്തില്ല. മതിയായി. അതെന്തായാലും സൗകര്യം. കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാലോ. ഞാൻ എന്നാ പോട്ടെ, ഋതു വരാറായി. എന്നാ പറ്റി വന്ന? അല്ല, ഒരെണ്ണം തരോ? അച്ചടാ, കുഞ്ഞാ വീട്ടിൽ പോവാൻ നോക്കട്ടാ. ആടി നിന്നെ ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ ഋതിക അർച്ചനെ എന്താ ക്ലാസ്സിൽ കണ്ട് കാണിക്കണം? ക്ലാസ്സിൽ മാത്രല്ല പുറത്തും ഇതൊക്കെ തന്നെയാണ്. ആ ലൈബ്രറിയുടെ പരിസരത്തായിട്ട് പോലും പോകാൻ പറ്റില്ല. എവിടെ പോയാലും ഉണ്ടാവും രണ്ടുപേരും. പോട്ടെ കേട്ടോ, വീട്ടിൽ ചെന്നിട്ട് വിളിക്കാവേ. ശരി എന്നാ. ലവ് യു. ലവ് യു ടു. ടാറ്റാ, ബൈ ബൈ ഉമ്മ. ഹലോ, എന്നാ അമ്മ? അയ്യോ, എന്നിട്ട്? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവാ. അയ്യോ, അപ്പൊ ഞാൻ വരണ്ട്. ഇന്ന് വരണ്ടാടി, നാളെ രണ്ടുപേരും കൂടെ വന്നാ മതി. അല്ല അമ്മ, ഋതുവിനെ വിളിച്ച കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. വരാൻ ഞാൻ പറഞ്ഞതാ. പിന്നെ അവന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാ രണ്ടുപേരും കൂടെ നാളെ പോരേന്ന് പറഞ്ഞു. അമ്മ വെച്ചോ. എന്നാടാ? എന്റെ വെല്ലുമ്മയുടെ അച്ഛൻ മരിച്ചു എന്ന്. അപ്പോ ഇന്ന് പോകുന്നുണ്ടോ? ഇല്ല, അവരങ്ങോട്ട് പോയി. ഏട്ടനെയും കൂട്ടി നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്കാണല്ലേ? നിനക്ക് എന്തുവാടാ ചെറുക്ക, ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വീട്ടിൽ വരും. ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ഓർക്കണ്ടല്ലോ ഏട്ടൻ പിടിച്ചതൊക്കെ. ഏട്ടൻ വീട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഏട്ടൻ വീട്ടിലുണ്ടാവല്ലോ. ഞങ്ങൾക്കിന്ന് മാച്ച് ഉണ്ട്. അപ്പൊ നീയും പോവില്ലേ? അത് അല്ല, ഞാൻ പോവാണ്ടിരുന്നോളാം. എന്ത് വേണേലും കാണിക്കേ, എനിക്ക് പണി മേടിച്ച് തരാതിരുന്നാ മാത്രം മതി. ഋതു, എന്താ ഇവിടെ നിക്കണേ? ഇങ്ങോട്ട് വന്നേ. അത് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അന്നേരം ഇവൻ അവളുടെ അടുത്ത് ഏട്ടൻ മാച്ചിന് വരുമെന്ന് ചോദിക്കാനിരിക്കുവായിരുന്നു. അന്നേരം ഏട്ടൻ വന്നേ. ഇന്ന് ഞാൻ വരുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നോക്കട്ടെ, പറ്റുമെങ്കിൽ വരാം. അവനെന്തേടി? അവൻ കളിക്കാൻ പോയി വെച്ചേ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അവളെ തെണ്ടാൻ പോയിരിക്കുന്നത്. ഞാൻ അവനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. എന്റെ പൊന്നോ വേണ്ട, എങ്ങടേലും പോട്ട്. പിന്നെ അവൻ ഫോണും കൊണ്ടുപോയിട്ടില്ല. അവൻ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറ. പറയാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാ. ടാറ്റ. എന്റെ പൊന്നു മടുത്ത്. ആ വെള്ളം കൊടുത്തേ. ഡാ, എബിനെന്തി? അവന്തി ഇപ്പൊ അങ്ങോട്ട് പോയോളൂ. എന്നാട്ടാ? ഒന്നുമില്ല, വീട്ടിട്ട് വിളിക്കാനായിരുന്നു. ഞാൻ ഫോൺ എടുത്തില്ല, അതാ. അതിനായിരുന്നോ? ദാ ഇതിന്ന് വിളിച്ചോ. ഏട്ടൻ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. ഞാൻ പോവാ. പിന്നെ നമ്പർ എന്തായിരുന്നു? ഇത് ഋതുവിന്റെ നമ്പർ അല്ലേ? ഹലോ, എന്നാടാ നേരത്തെ വിളിച്ചായിരുന്നു? ഞാൻ കുളിക്കുമായിരുന്നു.
എന്നെ മോനൊന്നും മിണ്ടാത്ത വഴക്കാ? ഏട്ടനെ അങ്ങടെ പറഞ്ഞു വിട്ടിട്ട് വിളിക്കാന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ട് എന്തി പേടിയാ? എടാ ഞാൻ പറയുന്നെല്ലാം കേക്കണ്ടോ? ഹലോ ടാ, വഴക്കാണോ ചോദിച്ചിട്ട് ഉമ്മ വരാത്തോണ്ട്? ഡാർലിംഗ് എന്നല്ലേ, കാണിച്ചു കൊടുക്കാം. മോള് പഠിക്കുമായിരിക്കുമല്ലേ? കണ്ടിട്ട് നിനക്ക് എന്താ തോന്നണേ? മോളെല്ലാം പഠിക്കുന്നുണ്ട്, വല്ലാണ്ട് പഠിക്കുന്നുണ്ട്. എന്ത് നീ എന്തോന്നൊക്കെ വട്ടാടാ വിളിച്ച് പറയുന്നേ? നേരെ എത്രയായിട്ടും നിനക്ക് കിടക്കാറായില്ലേ? നീ വരാതെ വാതിലും പൂട്ടി ഞാൻ കിടക്കണോ? ഫുഡ് എടുത്ത് വെക്കട്ടെ? ഹലോ കഴിക്കുന്നില്ലേ? ആ, ഞാൻ കുളിച്ചേച്ച് തരാം. നീ ഫുഡ് എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ. പറ്റുമെങ്കിലാ? അല്ല, തിരക്കല്ലേ, പഠിക്കുമായിരിക്കും, അതുകൊണ്ടാ പറഞ്ഞ. ഡാ രതു, നിന്റെ കൂളി ഇതുവരെ കഴിഞ്ഞില്ലേ? ഡാ ബോട്ടാ, നിന്നെ ഞാൻ എത്ര നേരമായി കടന്നു വിളിക്കുന്നത്? ചെവി കേട്ടുകൂടെ? നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകിയേക്കെ, അല്ലെങ്കിൽ നീ കഴുകിക്കോളൂ. പിന്നെ അച്ഛൻ നിന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയില്ലേ, അപ്പൊ അതിനോട് മേടിക്കാൻ. ഞാൻ പോയത് കൂടുതൽ സൗകര്യമായിട്ടല്ലോ. എന്താണ് പറ്റി? ഭയങ്കര മൂടോട്ടാണല്ലോ. ഋതു, നിനക്ക് എന്നെ പേടിയാണോ? നീ എന്തൊക്കെ പൊട്ടത്തരാടെ വിളിച്ചു പറയണേ? ഞാൻ എന്തിനാ നിന്നെ പേടിക്കുന്നേ? അതെല്ലേ, നിനക്ക് എന്നെ തീരെ പേടിയില്ല. പിന്നല്ലാതെ ഞാൻ എന്തിനാ നിന്നെ പേടിക്കുന്നേ? ആ, അതാണ് കുഴപ്പം, നിനക്ക് എന്നെ തീരെ പേടിയില്ല. നീ എന്തുവാടോ ഒരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ? നേരത്തെ കിടന്നു, വെളുപ്പിന് പോവാനുള്ളതാ. എന്തിനാ വെളുപ്പിനൊക്കെ പോണേ? നമുക്ക് നേരം വെളുത്ത് കഴിഞ്ഞിട്ട് പോയാ പോരെ? അപ്പൊ രാത്രി മോൾക്ക് നേരത്തെ കിടക്കാനുള്ള ഉദ്ദേശമല്ല അതല്ലേ? എന്താടാ നിനക്ക് എന്താ വട്ടായോ? വല്ല ബോൾ വന്ന് തലക്കിട്ട് ഇടിച്ചോ? ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് നേരത്തെ കിടക്കാൻ നോക്ക്. അതിന് ഞാൻ എപ്പോഴാ ഫോൺ എടുത്തേ? അല്ല, രാത്രി ഫോൺ നോക്കിയിരിക്കല് പതിവാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ. നിനക്ക് എന്താ പറ്റിയ? നീ എന്തേ വീടായിട്ട് പെരുമാറണേ? ഋതു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒന്ന് പോയി കിടന്ന് ഉറങ്ങാവോ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പറയണം, അല്ലെങ്കിൽ അവസാനം കണസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കാര്യമായിട്ട് മോന് തലക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കടാ. നാളെ നേരത്തെ എണീറ്റ് വന്നില്ലേനാണ് കാലേ വാരി വലിച്ചുകൊണ്ട് ഞാൻ പോവും. പിന്നെ ബാണ്ടക്കെട്ട് മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു ഭരണ വീട്ടിയിട്ടാ പോണത്. അല്ല, ഞാൻ എന്നപ്പോ എല്ലാം പാക്ക് ചെയ്ത് വെക്കട്ടെ. നമ്മളെപ്പോ തിരിച്ചു വരും? എനിക്ക് നാളെ മാത്രമേ ലീവ് ഉള്ളൂ, ഞാൻ നാളെ വൈകുന്നേരം തന്നെ വരും. എന്നാ ഞാനും വരും, അല്ലെങ്കിൽ അവിടെ ഷോ അടിച്ചിരിക്കണ്ടേ? അയ്യടാ, നമ്മൾ അവിടെ എല്ലായിടത്തും ഇരുന്നാ മതി. എന്ത് പാടായി പറയുന്നേ? അത്ര ദിവസം ഞാൻ അവിടെ ബോറടിച്ചിരിക്കാനാ? എനിക്ക് ക്ലാസ്സിലൊക്കെ പോണ്ടേ? ഇതാരാണിപ്പോ പറയണത്? എങ്ങനെ ക്ലാസ് മുടക്കാന്ന് നോക്കി നോക്കണം, ആൾക്ക് ഇപ്പൊ ക്ലാസ്സിൽ പോയേ പറ്റൂ. അത് ഞങ്ങക്ക് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോ അന്ന് പരിപാടി കഴിഞ്ഞു എന്നല്ല നീ പറഞ്ഞത്? അത് പുതിയ പ്രോഗ്രാം, അതാ. എന്നാലും സാരല്ല, മോൾ അവിടെ നിന്നാ മതി. പോടാ പട്ടി, ഞാൻ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എനിക്ക് നിന്റെ അനുവാദം ഒന്നും വേണ്ട. ഞാൻ റെഡിയായി. നിനക്ക് വേറെ ഒന്നും ഇടാനില്ലാഞ്ഞിട്ടാണ് ഇത് തന്നെ എടുത്തിട്ടത്. എന്തേ? നല്ല രസല്ലേ? കാണാൻ കൊള്ളില്ലേ? ഇല്ല, കാണാൻ കൊള്ളത്തില്ല. ഈ പെണ്ണിന് തുണി ഇല്ലാത്ത പോലെ എന്റേന്ന് കൈയിട്ട് വരണത്. അവളെല്ലാം മേടിച്ച് കൂട്ടി കെട്ടി പൊതിഞ്ഞു വെക്കും, എന്നിട്ട് എന്റെ അടുത്തിടും. എന്ത് പാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനി നിനക്ക് ഇത്ര പരാതിയാണ്, നീ എന്റെ അടുത്തിട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. മേലാൽ എന്റെ ഏതെങ്കിലും തുണി എടുത്താൽ കൈ ഞാൻ വെട്ടിക്കളയും. എടാ, നിന്റെ പച്ച ഷർട്ട് എന്തേ? ഞാൻ അത് നോക്കി പോയി ബ്ലോക്ക്, അത് കണ്ടില്ല, അതാ അതിട്ടെ. അത് ഞാൻ പുഴുങ്ങി തിന്ന്. ഒന്ന് പോടി പെണ്ണേ. നീ എന്താണ് ഇങ്ങനെ റൂഡായിട്ടൊക്കെ പെരുമാറണെന്ന് ഞാൻ പറഞ്ഞാലേ? നിനക്ക് എന്റെ ഏത് വേണേലും എടുത്തിടാം, ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. ഒന്ന് പോടി പെണ്ണേ, നിന്റെ തുണിയല്ലേ ഞാൻ എടുത്തിടുന്നത്. അതിനെന്തിനാണ് അത്ര നാണക്കേട്? ഞാൻ നിന്റെ അവിടെ ഉണ്ടല്ലോ, എനിക്ക് മാത്രം ഇത്ര കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഈ മന്ദബുദ്ധിനെ പോലെ കാണിക്കല്ലേ. എന്തുവാടാ ഞാൻ കാര്യം പറഞ്ഞത്? എന്റെ പുതിയ ടോപ്പ് നിനക്ക് വേണോ? ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. നിന്റെ അച്ഛനോട് കൂടി. എന്തായാലും നമ്മൾ അങ്ങടല്ലേ പോണേ, അപ്പൊ നമുക്ക് കൊടുക്കാട്ടാ. വെറുതെ ഇറന്ന് മേടിക്കല്ലേ ഋതു. എല്ലായിടത്തും വെച്ച് വണ്ടിയിൽ കയറി നമുക്ക് പോവാം. ഇതെന്നാ പെണ്ണേ തല കാണിച്ചു വെച്ചാണ്, മര്യാദക്ക് കെട്ടിക്കേ. നിക്കൊരു മിനിറ്റ്. അല്ല, മരിപ്പിന് പോയിട്ട് എന്താ കാര്യങ്ങള്? എന്നോട് 16 മിനിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞതാ. പിന്നെ ഇന്നലെ ഏട്ടന് ഒരു ലീവ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനവിടെ പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് മുങ്ങി. നിനക്ക് 16 മിനിറ്റ് വന്നാ പോരായിരുന്നു, വെറുതെ കുറെ ലീവ് ഉണ്ടോ കളഞ്ഞു പെണ്ണ്. അപ്പൊ ഞാൻ വരണ്ടായിരുന്നോ? ഓഫ് കോഴ്സ് നോ. ഞാനൊക്കെയാണെങ്കിൽ ലീവ് മൊത്തം എടുക്കാൻ നോക്കും. നീ മന്ദബുദ്ധി, എന്തിനാ വന്നത് ഇങ്ങോട്ട്? എന്തിനാ ഞാൻ നിർത്തിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാനെങ്ങനെ അറിയാനാ? വെറുതെ അറിയാത്തവരൊന്നും പൊട്ടം കളിക്കില്ല അർജുനെ. എടി, നീ എന്തൊക്കെയാ പറയണേ? നീ വരുന്നതിന്റെ കാരണം എനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് നിന്റെ ഈ സ്വഭാവമായിട്ട് അർജുന ഇഷ്ടമല്ലാത്ത. ഏയ് ചൂടാവണ്ട, എനിക്കറിയില്ലേ എന്റെ കൊച്ചു എന്നെ കാണാനായിട്ടാ വന്നേന്ന്. അല്ലാതെ എന്റെ ഡാർലിംഗ് വേറെ ആരെ കാണാനാ വന്നേന്ന് ഞാൻ വിചാരിക്കണ്ടേ? അപ്പം മോനെല്ലാം അറിയാം, എന്നിട്ട് വെറുതെ